എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് വൈശ്രവണൻ്റെ വസതി. പുലസ്ത്യ മുനിയുടെ മകൻ വിശ്രവസ് സത്യസന്ധനും സുശീലനും ശാന്തനും ധാർമ്മികനുമായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ട് തന്നെ കാലം കഴിച്ചു. വിശ്രവസിനെ പറ്റി കേട്ടറിഞ്ഞ് ഭരദ്വാജ മുനി തൻ്റെ സുന്ദരിയായ മകൾ അനിന്ദിതയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അവളിൽ ഗുണവാനായ ഒരു മകനുണ്ടായി. കുഞ്ഞ് ജനിച്ച ഉടൻ പുലസ്ത്യൻ ജാതകം നോക്കി. അപ്പോൾ കുഞ്ഞ് സൽബുദ്ധിയുള്ളവനും ധനികനും കീർത്തിമാനുമായി തീരുമെന്നാണ് കണ്ടത്. വിശ്രവസന്റെ മകനായതുകൊണ്ട് മുത്തച്ഛനായ പുലസ്ത്യൻ ഉണ്ണിക്ക് വൈശ്രവണൻ എന്ന് പേരിട്ടു. വൈശ്രവണൻ തപോവനത്തിൽ തേജസ്സോടെ വളർന്നു. അദ്ദേഹം 1000 കൊല്ലം ഉഗ്രവ്രതങ്ങളോടെ തപസ് ചെയ്തു. പിന്നെ 1000 കൊല്ലം വെള്ളം മാത്രം കുടിച്ചും വീണ്ടും 1000 കൊല്ലം വായു മാത്രം ഭക്ഷിച്ചും പിന്നെയും 1000 കൊല്ലം ശ്വാസം പോലും കഴിക്കാതെയും തപസ് ചെയ്തു. ബ്രഹ്മാവ് വൈശ്രവണന്റെ തപസ് കണ്ട് സന്തോഷിച്ച് മുമ്പിൽ വന്ന് അനുഗ്രഹിച്ചു. നിനക്കിഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുക. വൈശ്രവണൻ അപേക്ഷിച്ചു, എനിക്ക് ലോകപാലകന്മാരിൽ ഒരാളായി തീരണം. കൂടാതെ ലോകത്തിലെ സകല ധനങ്ങളുടെയും ഉടമസ്ഥനുമാവണം. ബ്രഹ്മാവിന് അത് സമ്മതമായി. ഇന്ദ്രൻ, യമൻ, വരുണൻ എന്നീ 3 ലോകപാലകന്മാർ മാത്രമേ ഇപ്പോഴുള്ളൂ. 4മതൊരാളെ കൂടി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് ഞാൻ ആ സ്ഥാനം തരാം. അതിനു പുറമെ നീ ആഗ്രഹിച്ച ധനാധ്യക്ഷൻ്റെ സ്ഥാനവും തരാം. സൂര്യനെ പോലെ തിളങ്ങുന്ന ഈ പുഷ്പക വിമാനം നിനക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഉപയോഗിച്ചു കൊള്ളുക. ബ്രഹ്മാവ് മടങ്ങിപ്പോയ ശേഷം വൈശ്രവണൻ അച്ഛനെ ചെന്ന് നമസ്കരിച്ചു. ബ്രഹ്മദേവൻ എനിക്ക് ലോകപാലകത്വവും ധനേശത്വവും ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാൻ പുഷ്പക വിമാനവും തന്നു. എന്നാൽ എനിക്ക് പാർക്കാനൊരിടം അദ്ദേഹം കൽപ്പിച്ചു തന്നില്ല. ആരുടെയും ശല്യമില്ലാത്ത നല്ലൊരു വസതി അച്ഛൻ തന്നെ എനിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു തരണം. വിശ്രവസ് മുനി അത് കേട്ട് തെല്ലൊന്നാലോചിച്ച് പറഞ്ഞു. തെക്കേ കടലിൻ്റെ കരയിൽ ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ഇന്ദ്രപുരി പോലെ മനോഹരമായ ലങ്ക എന്നൊരു നഗരമുണ്ട്. വിശ്വകർമാവ് രാക്ഷസന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ സ്ഥലം. അതിലെ കെട്ടിടങ്ങളും മതിലുകളും സ്വർണം കൊണ്ട് പണിതീർത്ത് രത്നങ്ങൾ പതിച്ചവയാണ്. പണ്ട് രാക്ഷസന്മാർ വിഷ്ണുവിനെ പേടിച്ച് പാതാളത്തിൽ പോയ ശേഷം ലങ്ക ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനിപ്പോൾ ഉടമസ്ഥനായി ആരുമില്ല. നീ ലങ്കയിൽ പോയി താമസിച്ചു കൊള്ളുക. നിനക്കവിടെ ആരുടെയും ശല്യം കൂടാതെ സുഖമായി പാർക്കാം. വൈശ്രവണനും കുടുംബവും പരിവാരങ്ങളും സന്തോഷത്തോടെ ലങ്കയിൽ ചെന്ന് താമസം തുടങ്ങി. അദ്ദേഹം പുഷ്പക വിമാനത്തിൽ കയറി കൂടെ അച്ഛനെ വന്ന് കാണുകയും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്ത് സുഖമായി കാലം കഴിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.